റാംപൂർ എന്ന ചെറിയ ഗ്രാമത്തിലെ ഒരു സാധാരണ കർഷകനായിരുന്നു രവി. മണ്ണിൽ പണിയെടുത്തും വിയർപ്പൊഴുക്കിയും ജീവിക്കുന്ന നിഷ്കളങ്കനായ മനുഷ്യൻ. അയാളുടെ ലോകം തന്റെ ചെറിയ കൃഷിയിടവും പ്രിയപ്പെട്ട ഭാര്യയുമായിരുന്നു. എന്നാൽ വിധി അയാൾക്കായി കരുതി വെച്ചത് കഠിനമായ പരീക്ഷണങ്ങളാണ്. പെട്ടെന്നൊരു ദിവസം അയാളുടെ ഭാര്യ മാരകമായ അസുഖം ബാധിച്ച് കിടപ്പിലായി. ഗ്രാമത്തിലെ ചെറിയ വൈദ്യന്മാരുടെ ചികിത്സ കൊണ്ടൊന്നും അവൾക്ക് മാറ്റമുണ്ടായിരുന്നില്ല. ചികിത്സക്കായി നഗരത്തിലെ വലിയ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നും അതിനായി വില കൂടിയ മരുന്നുകൾ വാങ്ങണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചു. കയ്യിൽ ചില്ലി കാശില്ലാത്ത അവസ്ഥയിലായിരുന്നു രവി. എങ്കിലും തന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ അയാൾ ആവുന്നതെല്ലാം ചെയ്തു. ദിവസങ്ങളോളം ഉറക്കമൊഴിച്ച് പണിയെടുത്തും കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യങ്ങൾ കൂട്ടിവെച്ചും അയാൾ എങ്ങനെയൊക്കെയോ 5000 രൂപ സംഘടിപ്പിച്ചു. ആ കാലത്ത് ഒരു പാവപ്പെട്ട കർഷകനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തുകയായിരുന്നു. തന്റെ ഭാര്യയുടെ ജീവശ്വാസമാണ് ആ പണമെന്ന ബോധ്യത്തോടെ അയാൾ അത് ഭദ്രമായി പോക്കറ്റിൽ വെച്ചു. നഗരത്തിലേക്ക് പോയി മരുന്നുകൾ വാങ്ങാനായി അയാൾ തന്റെ പഴയ സൈക്കിളിൽ യാത്ര തിരിച്ചു. ഗ്രാമത്തിന്റെ അതിർത്തിയിൽ നഗരത്തിലേക്കുള്ള പ്രധാന പാത തുടങ്ങുന്നിടത്ത് പുതുതായി ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചിരുന്നു. സബ് ഇൻസ്പെക്ടർ ബൽറാം സിംഗ് ആയിരുന്നു അവിടെ ചുമതലയുണ്ടായിരുന്നത്. നാട്ടുകാർക്കിടയിൽ അയാൾ ഒരു പേടി സ്വപ്നമാണ്. യൂണിഫോമിന്റെ കരുത്തിൽ ആരെയും അടിച്ചമർത്താനും പണം തട്ടാനും അയാൾക്ക് മടിയുണ്ടായിരുന്നില്ല. രവി ആ വഴി വരുമ്പോൾ ബൽറാം സിംഗും സംഘവും വാഹനങ്ങൾ തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു. രവിയുടെ വേഷവും പേടിയും കണ്ടപ്പോൾ തന്നെ അയാളെ ഒന്ന് കറക്കാൻ ബൽറാം സിംഗ് തീരുമാനിച്ചു. അയാൾ രവിയെ തടഞ്ഞു നിർത്തി. എവിടെ പോകുന്നു? കയ്യിൽ എന്താണുള്ളത് എന്ന് ചൂടായിക്കൊണ്ട് അയാൾ രവിയുടെ അരികിലെത്തി. പേടിച്ചു വിറച്ച രവി താൻ നഗരത്തിലേക്ക് മരുന്ന് വാങ്ങാൻ പോവുകയാണെന്ന് വിനയത്തോടെ പറഞ്ഞു. എന്നാൽ ബൽറാം സിംഗ് അത് കേൾക്കാൻ തയ്യാറായില്ല. പരിശോധനയുടെ പേരിൽ അയാൾ രവിയുടെ പോക്കറ്റിൽ കൈയിട്ടു. വിറക്കുന്ന കൈകളോടെ രവി സൂക്ഷിച്ചു വെച്ച ആ 5000 രൂപ ബൽറാം സിംഗിന്റെ കയ്യിൽ കിട്ടി. ഇത്രയും പണം നിനക്ക് എവിടുന്ന് കിട്ടി? നീ ഇത് മോഷ്ടിച്ചതാണോ? ബൽറാം സിംഗ് പരിഹാസത്തോടെ ചോദിച്ചു. രവി കരഞ്ഞുകൊണ്ട് അയാളുടെ കാൽ പിടിച്ചു. സാറേ, ഇതെന്റെ ഭാര്യയുടെ മരുന്നിനുള്ള പണമാണ്. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ. ദയവ് ചെയ്ത് അത് തിരികെ തരൂ. അവൾ മരിച്ചു പോകും. എന്നാൽ ബൽറാം സിംഗിന്റെ ഉള്ളിലെ മനുഷ്യത്വം അപ്പോഴേക്കും മരവിച്ചിരുന്നു. അയാൾ രവിയെ ആന തള്ളുകയും ക്രൂരമായി പരിഹസിക്കുകയും ചെയ്തു. ഇത് ഈ റോഡിലൂടെ പോകുന്നതിനുള്ള ടാക്സ് ആണ്. പോയി നിന്റെ പണി നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആ പണം തന്റെ പോക്കറ്റിലിട്ടു. തന്റെ എല്ലാം നഷ്ടപ്പെട്ട വേദനയിൽ രവി അവിടെ കിടന്ന് നിലവിളിച്ചു. യൂണിഫോമിന് മുന്നിൽ താൻ എത്ര നിസ്സാരനാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഒടുവിൽ ആരോ നൽകിയ ഉപദേശപ്രകാരം രവി ജില്ലാ മജിസ്ട്രേറ്റിന്റെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് പരാതിപ്പെടാൻ തീരുമാനിച്ചു. ഫോണിലൂടെ തന്റെ സങ്കടം പറയുമ്പോൾ അയാളുടെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. സാറേ, എന്നെ കൊള്ളയടിച്ചു. ആ പോലീസുകാരൻ എന്റെ ഭാര്യയുടെ മരുന്നിനുള്ള പണം തട്ടിയെടുത്തു. ഞാൻ ഇനി എന്ത് ചെയ്യും? ഇത് കേൾക്കുന്നത് ഇൻസ്പെക്ടർ വിക്രമായിരുന്നു. ആ പാവപ്പെട്ട കർഷകന്റെ കണ്ണുനീർ വെറുതെ ആകില്ലെന്ന് വിക്രം ഉറപ്പു നൽകി. ഈ സംഭവം ഗ്രാമത്തിന്റെ വിധിയെ തന്നെ മാറ്റാൻ പോകുന്ന ഒന്നാണെന്ന് അപ്പോൾ ആരും അറിഞ്ഞിരുന്നില്ല. രവിയുടെ വിറക്കുന്ന ശബ്ദത്തിലുള്ള പരാതി കേട്ട് ഇൻസ്പെക്ടർ വിക്രം അസ്വസ്ഥനായി. കൺട്രോൾ റൂമിലെ ഓരോ വാക്കും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. പാവപ്പെട്ട ഒരു കർഷകന്റെ വിലാപം വെറും ഒരു ഔദ്യോഗിക പരാതിയായി ഒതുക്കാൻ അയാൾക്ക് തോന്നിയില്ല. ഉടൻ തന്നെ വിക്രം ജില്ലാ മജിസ്ട്രേറ്റ് അതിഥിയുടെ ഓഫീസിലേക്ക് തിരിച്ചു. അതിഥി വെറും ഒരു ഉദ്യോഗസ്ഥയായിരുന്നില്ല. തന്റെ ജില്ലയിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും നീതിക്കും വേണ്ടി എന്തിനും മടിക്കാത്ത കർക്കശക്കാരിയായ ഭരണാധികാരിയായിരുന്നു അവർ. ഓഫീസിലെത്തിയ വിക്രം കാര്യങ്ങൾ വിശദീകരിച്ചു. മാഡം, രാംപൂർ ഗ്രാമത്തിനടുത്തുള്ള ചെക്ക് പോസ്റ്റിൽ നിന്ന് ഗൗരവമായ ഒരു പരാതി വന്നിട്ടുണ്ട്. ബൽറാം സിംഗ് എന്ന സബ് ഇൻസ്പെക്ടർ ഒരു കർഷകന്റെ കയ്യിൽ നിന്ന് 5000 രൂപ തട്ടിയെടുത്തു. മരുന്നിനായി കരുതിയ പണമായിരുന്നു അത്. കൂടാതെ ആ വഴി കടന്നു പോകുന്ന സ്ത്രീകളോട് അയാൾ വളരെ മോശമായാണ് പെരുമാറുന്നത്. നാട്ടുകാർ ഭീതിയിലാണ്. റാംപൂർ എന്ന പേര് കേട്ടപ്പോൾ അതിഥിയുടെ ഉള്ളിൽ ഒരു മിന്നൽ പാഞ്ഞു. അത് അവളുടെ സ്വന്തം നാടായിരുന്നു. അവൾ ജനിച്ചു വളർന്ന മണ്ണ്. തന്റെ ഗ്രാമത്തിലെ നിഷ്കളങ്കരായ മനുഷ്യരെ സംരക്ഷിക്കേണ്ട പോലീസ് തന്നെ അവരെ വേട്ടയാടുന്നു എന്ന് അവൾക്ക് വിശ്വസിക്കാനായില്ല. അതിഥിയുടെ മുഖം ഗൗരവമായി. അധികാരം എന്നത് പാവപ്പെട്ടവന്റെ മേൽ കുതിര കയറാനുള്ളതല്ലെന്ന് ബൽറാം സിംഗിനെ പോലെയുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വിക്രം
ആ ഉദ്യോഗസ്ഥനൊരു സർക്കാർ ജീവനക്കാരനല്ല, മറിച്ച് യൂണിഫോം ഇട്ടൊരു ഗുണ്ടയാണ്. ജനങ്ങളുടെ രക്ഷകനാകേണ്ടവൻ ഗുണ്ടയാകുന്നത് ഒരിക്കലും അനുവദിക്കാനാവില്ല. വിക്രം ചോദിച്ചു. മാഡം, ഞാൻ വലിയൊരു പോലീസ് സ്ക്വാഡിനെ അങ്ങോട്ടേക്ക് അയക്കട്ടെ? നമുക്ക് അയാളെ കൈയോടെ പിടികൂടാം. എന്നാൽ അതിഥിക്ക് മറ്റൊരു പദ്ധതിയായിരുന്നു ഉണ്ടായിരുന്നത്. വേണ്ട വിക്രം, പോലീസ് സംഘവുമായി പോയാൽ അയാൾ ഉടൻ തന്നെ വേഷം മാറും. നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് അയാൾ രക്ഷപ്പെടും. എനിക്ക് അയാളെ നേരിട്ട് കാണണം. ഒരു സാധാരണ ഗ്രാമീണൻ അനുഭവിക്കുന്ന അതേ പ്രയാസത്തിലൂടെ എനിക്ക് കടന്നു പോകണം. എങ്കിൽ മാത്രമേ അയാളുടെ ക്രൂരതയുടെ ആഴം എനിക്ക് ബോധ്യമാകൂ. അതിഥിയുടെ തീരുമാനം വിക്രമിനെ അത്ഭുതപ്പെടുത്തി. ഒരു DM നേരിട്ട് അഴിമതിക്കാരനായ ഒരു പോലീസുകാരനെ പിടികൂടാൻ പോകുന്നത് അപകടകരമായ കാര്യമാണ്. ബൽറാം സിംഗ് ഒരു ക്രിമിനൽ സ്വഭാവമുള്ളയാളാണെന്ന് അവർക്കറിയാമായിരുന്നു. എങ്കിലും അതിഥി പിന്മാറിയില്ല. ഞാൻ ഇന്ന് ഒരു മജിസ്ട്രേറ്റ് ആയിട്ടല്ല അങ്ങോട്ട് പോകുന്നത്, രാംപൂരിലെ ഒരു യുവതിയായിട്ടാണ്. എന്റെ സ്വന്തം കാർ തയ്യാറാക്കൂ. ഔദ്യോഗിക ചിഹ്നങ്ങളോ ബോർഡുകളോ ആ വാഹനത്തിൽ ഉണ്ടാകരുത്. ഞാൻ എവിടെ പോകുന്നു എന്ന് എന്റെ ഓഫീസിലെ ആരും അറിയാൻ പാടില്ല. രഹസ്യമായി സൂക്ഷിക്കണം. അവർ കർശന നിർദ്ദേശം നൽകി. അതിഥി തന്റെ ഔദ്യോഗിക വേഷം മാറ്റി ഒരു സാധാരണ ഗ്രാമീണ സ്ത്രീ ധരിക്കുന്ന ലളിതമായ വസ്ത്രങ്ങൾ ധരിച്ചു. കണ്ണാടിയിൽ നോക്കിയപ്പോൾ താൻ പഴയ ഗ്രാമീണ പെൺകുട്ടിയായി മാറിയെന്ന് അവർക്ക് തോന്നി. നീതി നടപ്പിലാക്കാൻ ചിലപ്പോൾ നിയമപുസ്തകത്തിന്റെ പുറത്തിറങ്ങേണ്ടി വരുമെന്ന് അവർക്കുറപ്പായിരുന്നു. തന്റെ ജില്ലയിലെ ഓരോ പൗരന്റെയും കണ്ണുനീരിന് മറുപടി നൽകേണ്ട ഉത്തരവാദിത്തം തനിക്കാണെന്ന് അവർ സ്വയം ഓർമ്മിപ്പിച്ചു. യാത്ര തിരിക്കുന്നതിന് മുമ്പ് അവർ രവിയുടെ പരാതി ഒരിക്കൽ കൂടി കേട്ടു. അഴിമതിയും അഹങ്കാരവും നിറഞ്ഞ ഒരു കോട്ട തകർക്കാനായി അതിഥി തന്റെ സ്വകാര്യ വാഹനത്തിൽ രാംപൂരിലേക്ക് തിരിച്ചു. വഴിനീളെ അവൾ കണ്ടത് ദാരിദ്ര്യത്തിലും ഭയത്തിലും കഴിയുന്ന മനുഷ്യരെയായിരുന്നു. ആ ഭയം ഇല്ലാതെയാക്കണമെങ്കിൽ ഭയത്തിന്റെ ഉറവിടത്തെ തന്നെ ഉന്മൂലനം ചെയ്യണം. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും ഔദ്യോഗിക പദവിയുടെ ആർഭാടങ്ങളിൽ നിന്നും അകന്ന് അതിഥി തന്റെ പഴയ ഗ്രാമവീതിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. എയർ കണ്ടീഷൻ ചെയ്ത മുറികളും സെല്യൂട്ട് അടിക്കുന്ന ഉദ്യോഗസ്ഥരും ഇല്ലാത്ത ഈ യാത്ര അവൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. എന്നാൽ ആ യാത്രയുടെ ലക്ഷ്യം വലുതാണ്. തന്റെ ഗ്രാമത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ആ അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനെ നേരിടുക എന്നതായിരുന്നു അവളുടെ ദൗത്യം. രാംപൂർ ഗ്രാമത്തിന്റെ അതിർത്തിയിൽ എത്തിയപ്പോൾ കാർ ഒതുക്കി നിർത്തി അതിഥി നടത്തം ആരംഭിച്ചു. വയലുകളിൽ പണിയെടുക്കുന്ന കർഷകരും കന്നുകാലികളെ മേക്കുന്ന കുട്ടികളും അവളെ കണ്ടു. ആരും അവളെ തിരിച്ചറിഞ്ഞില്ല. നാട്ടിലെ ഒരു സാധാരണ പെൺകുട്ടി പട്ടണത്തിൽ നിന്ന് പഠനം കഴിഞ്ഞ് തിരിച്ചു വന്നതുപോലെ മാത്രമേ അവർക്ക് തോന്നിയുള്ളൂ. തന്റെ വേരുകൾ ഇന്നും ഈ മണ്ണിലാണെന്ന് അവൾ അഭിമാനത്തോടെ ഓർത്തു. അതിഥിയുടെ അമ്മ അപ്പോഴും വയലിൽ പണിയിലായിരുന്നു. വെയിലത്ത് നിന്ന് മണ്ണു കിളക്കുന്ന അമ്മയെ കണ്ടപ്പോൾ അതിഥിയുടെ കണ്ണുകൾ നിറഞ്ഞു. എത്ര വലിയ ഉദ്യോഗസ്ഥയായാലും തന്റെ അമ്മയുടെ ഈ കഠിനാധ്വാനമാണ് തന്നെ ഈ നിലയിൽ എത്തിച്ചതെന്ന് അവൾക്ക് നന്നായി അറിയാം. അവൾ വേഗം അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അമ്മേ, അതിഥി വിളിച്ചു. മകളുടെ ശബ്ദം കേട്ട് അമ്മ അത്ഭുതത്തോടെ തല ഉയർത്തി നോക്കി. അതിഥി, നീ എപ്പോഴാ വന്നത്? എന്നോട് പറഞ്ഞില്ലല്ലോ മോളെ. അമ്മ ആവേശത്തോടെ മകളെ കെട്ടിപ്പിടിച്ചു. ആ വിയർപ്പിന്റെ മണത്തിന് അതിഥിയുടെ എല്ലാ മാനസിക വിഷമങ്ങളും മാറ്റാനുള്ള കഴിവുണ്ടായിരുന്നു. അമ്മ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ അതിഥി മെല്ലെ ഗ്രാമത്തിലെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അമ്മേ, ഗ്രാമത്തിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാവരും സുഖമായിരിക്കുന്നോ? അമ്മയുടെ മുഖം പെട്ടെന്ന് വാടി. എന്ത് സുഖം മോളെ, ഗ്രാമത്തിൽ ഇപ്പോൾ പഴയ സന്തോഷമൊന്നുമില്ല. നമ്മുടെ ചെക്ക് പോസ്റ്റിൽ വന്നിരിക്കുന്ന ആ പുതിയ പോലീസുകാരൻ ഒരു രാക്ഷസനാണ്. സാധാരണക്കാരെ പീഡിപ്പിക്കുകയാണ് അയാളുടെ പ്രധാന പണി. പാവം, രവിയുടെ കാര്യം നീ കേട്ടോ? അയാളുടെ ഭാര്യയുടെ മരുന്നിനുള്ള പണം പോലും ആ ദുഷ്ടൻ തട്ടിയെടുത്തു. അമ്മ തുടർന്നുകൊണ്ടിരുന്നു. അതുമാത്രമല്ല, ആ വഴി പോകുന്ന പെൺകുട്ടികളെ അയാൾ ശല്യം ചെയ്യുന്നു. ആർക്കും അയാളെ എതിർക്കാൻ ധൈര്യമില്ല. പോലീസുകാരനല്ലേ, ആര് ചോദിക്കാനാ? നീ വലിയ ഉദ്യോഗസ്ഥയാണെങ്കിലും ഈ കാര്യത്തിലൊന്നും ഇടപെടാൻ നിൽക്കേണ്ട. അയാൾ അത്രക്ക് മോശക്കാരനാ. അമ്മയുടെ വാക്കുകളിൽ നിറഞ്ഞിരുന്ന ഭയം അതിഥിയെ വല്ലാതെ വേദനിപ്പിച്ചു. സ്വന്തം നാട്ടിലെ ഒരു അമ്മക്ക് തന്റെ മകളോട് ഇങ്ങനെ പറയേണ്ടി വരുന്നത് ആ ഭരണ സംവിധാനത്തിന്റെ പരാജയമാണെന്ന് അവൾക്ക് തോന്നി. അമ്മേ, നമ്മൾ ഇങ്ങനെ പേടിച്ചാൽ അയാൾ അത് മുതലെടുക്കും. ആരോടെങ്കിലും ഇത് പരാതിപ്പെടേണ്ടേ? അതിഥി ചോദിച്ചു. ആരോട് പരാതിപ്പെടാനാ മോളെ? അവരൊക്കെ ഒരു കൂട്ടരല്ലേ. നമ്മളെപ്പോലുള്ള പാവങ്ങൾക്ക് ആര് നീതി നൽകും? നീ ഇപ്പോൾ വന്നത് നന്നായി. കുറച്ചു ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആ ചെക്ക് പോസ്റ്റ് വഴി പോകേണ്ട. കാട്ടുപാതയിലൂടെ പോയാൽ മതി.
കുറച്ച് വൈകിയാലും പേടിക്കണ്ടല്ലോ, അമ്മ പറഞ്ഞു. അമ്മയുടെ ആ ഉപദേശം അതിഥിയെ ചിന്തിപ്പിച്ചു. ഭയം കാരണം ജനങ്ങൾ തങ്ങളുടെ വഴി മാറ്റാൻ നിർബന്ധിതരാകുന്നു. എന്നാൽ ആ വഴിയിലെ തടസ്സമാണ് മാറ്റേണ്ടതെന്ന് അവൾ ഉറപ്പിച്ചു. ഇല്ല അമ്മേ, ഭയപ്പെട്ട് ഓടുന്നത് പരിഹാരമല്ല. ആ വഴിയിലൂടെ തന്നെ നമുക്ക് പോകണം. എനിക്ക് ആ ഉദ്യോഗസ്ഥനെ ഒന്ന് കാണണം. അമ്മ മകളെ തടയാൻ നോക്കിയെങ്കിലും അതിഥി വഴങ്ങിയില്ല. അവൾ അമ്മയെയും കൂട്ടി തന്റെ കാറിലേക്ക് നടന്നു. വിധി നിർണായകമായ ആ കൂടിക്കാഴ്ചക്കായി അതിഥി തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു. അമ്മയുടെ ശക്തമായ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് അതിഥി തന്റെ സ്വകാര്യ വാഹനവുമായി ആ ചെക്ക് പോസ്റ്റ് ലക്ഷ്യമാക്കി നീങ്ങി. അമ്മയുടെ ഉള്ളിൽ വല്ലാത്തൊരു പേടിയുണ്ടായിരുന്നു. തന്റെ മകൾ എത്ര വലിയ പദവിയിലാണെങ്കിലും തോക്കും അധികാരവുമുള്ള ഒരു ഗുണ്ടയെ പോലുള്ള പോലീസുകാരന്റെ മുന്നിലേക്ക് പോകുന്നത് അപകടമാണെന്ന് ആ അമ്മ കരുതി. മോളെ, നമുക്ക് കാട്ടുപാതയിലൂടെ തന്നെ പോകാം. എന്തിനാ വെറുതെ പുലിമടയിലേക്ക് നടന്നു ചെല്ലുന്നത്? അമ്മ വീണ്ടും അപേക്ഷിച്ചു. എന്നാൽ അതിഥിയുടെ മറുപടി ശാന്തമായിരുന്നു. അമ്മേ, നമ്മൾ ഇന്നും ഭയന്ന് വഴിമാറിയാൽ നാളെ ഈ ഗ്രാമത്തിലെ മറ്റൊരു പെൺകുട്ടിക്കും ഈ വഴിയിലൂടെ നടക്കാൻ കഴിയില്ല. ഒരു വഴിയിൽ മാലിന്യമുണ്ടെങ്കിൽ അത് മാറ്റി വേണം മുന്നോട്ടു പോകാൻ, അല്ലാതെ വഴി മാറ്റുകയല്ല വേണ്ടത്. അതിഥിയുടെ വാക്കുകളിൽ ഒരു ഭരണാധികാരിയുടെ ഉറപ്പുണ്ടായിരുന്നു. അല്പസമയത്തിനകം അവർ ആ വിവാദമായ ചെക്ക് പോസ്റ്റിനരികിലെത്തി. ദൂരെ നിന്നു തന്നെ അതിഥി ആ കാഴ്ച കണ്ടു. റോഡിന് കുറുകെ ഒരു ബാരിക്കേഡ് വെച്ച് ബൽറാം സിംഗും അയാളുടെ കൂടെയുള്ള മറ്റൊരു പോലീസുകാരനും നിൽക്കുന്നു. അവർ വരുന്ന വാഹനങ്ങളെല്ലാം തടഞ്ഞു നിർത്തി ഡ്രൈവർമാരോട് ചൂടാകുന്നുണ്ട്. ബൽറാം സിംഗ് ഒരു കസേരയിലിരുന്ന് അഹങ്കാരത്തോടെ പുകവലിക്കുകയാണ്. അയാളുടെ യൂണിഫോം അലക്ഷ്യമായിരുന്നു. മുഖത്തൊരു ക്രിമിനലിന്റെ ഭാവവും. അതിഥിയുടെ വെള്ള സ്കോർപിയോ കാർ കണ്ടപ്പോൾ ബൽറാം സിംഗിന്റെ കണ്ണ് തിളങ്ങി. ഒരു നല്ല ഇര വരുന്നുണ്ടെന്ന് അയാൾ കരുതി. വണ്ടി അടുത്തേക്ക് എത്തിയതും കൂടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾ ലാത്തി വീശി വണ്ടി നിർത്താൻ ആംഗ്യം കാണിച്ചു. അതിഥി വണ്ടി സാവധാനം ഒതുക്കി നിർത്തി. ബൽറാം സിംഗ് എഴുന്നേറ്റ് വണ്ടിയുടെ അടുത്തേക്ക് നടന്നു വന്നു. അയാൾ വണ്ടിയുടെ ചില്ലിൽ തട്ടി. അതിഥി ചില്ല് താഴ്ത്തി അയാളെ നോക്കി. ബൽറാം സിംഗിന്റെ നോട്ടം അതിഥിയുടെയും അമ്മയുടെയും വസ്ത്രങ്ങളിലായിരുന്നു. അവർ ഒരു സാധാരണ ഗ്രാമീണ കുടുംബമാണെന്ന് അയാൾ ഉറപ്പിച്ചു. എന്താണ് വണ്ടിയിൽ? എങ്ങോട്ടത്ര തിടുക്കത്തിൽ പോകുന്നത്? ബൽറാം സിംഗ് ചോദിച്ചു. ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് സാറേ. ഇതൊക്കെ ഞങ്ങളുടെ വയലിലുണ്ടായ ഉരുളക്കിഴങ്ങാണ്. അതിഥി കാറിന് പിൻസീറ്റിലുള്ള ചാക്കുകൾ ചൂണ്ടിക്കാട്ടി പറഞ്ഞു. ബൽറാം സിംഗ് കാറിന്റെ പിന്നിൽ പോയി നോക്കി. അയാൾക്ക് ഉരുളക്കിഴങ്ങിലല്ല, മറിച്ച് ആ കാറിന്റെ വിലയിലായിരുന്നു നോട്ടം. ഇത്രയും വലിയ വണ്ടി ഓടിക്കാൻ മാത്രം പണം ഈ ഉരുളക്കിഴങ്ങ് വിറ്റാണോ നിനക്ക് കിട്ടുന്നത്? അതോ വല്ല കള്ളക്കടത്തുമുണ്ടോ? അയാൾ പരിഹാസത്തോടെ ചോദിച്ചു. കൂടെയുള്ള കോൺസ്റ്റബിൾ അത് കേട്ട് ചിരിച്ചു. സർ, നിയമം അനുസരിച്ച് ആവശ്യമായ രേഖകളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ എന്തിനാണ് ഈ പരിശോധന? അതിഥി ചോദിച്ചു. ഈ ചോദ്യം കേട്ടപ്പോൾ ബൽറാം സിംഗിന് ദേഷ്യം വന്നു. നിയമമോ? ഈ റോഡിലെ നിയമം ഞാനാണ്. നീ എന്നെ പഠിപ്പിക്കാൻ നോക്കണ്ട. ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ. നിന്റെ വണ്ടിയിൽ കള്ളക്കടത്തുണ്ടോ എന്ന് എനിക്ക് പരിശോധിക്കണം. അല്ലെങ്കിൽ ഒരു 5000 രൂപ അവിടെ വെച്ചിട്ട് പോയിക്കോ. നിനക്കും നിന്റെ അമ്മക്കും സുഖമായി പോകാം. അമ്മ പേടിച്ച് അതിഥിയുടെ കൈ പിടിച്ചു. മോളെ, പണം കൊടുത്ത് നമുക്ക് പോകാം. ഇവൻ ഉപദ്രവിക്കും, അമ്മ രഹസ്യമായി പറഞ്ഞു. എന്നാൽ അതിഥി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ബൽറാം സിംഗിന്റെ മുഖത്തേക്ക് നോക്കി. പണം നൽകാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ്. ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നിങ്ങൾ ജനങ്ങളെ സഹായിക്കുകയാണ് വേണ്ടത്, അല്ലാതെ കൊള്ളയടിക്കുകയല്ല. ബൽറാം സിംഗിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അയാൾ അതിഥിക്ക് നേരെ വിരൽ ചൂണ്ടി. എടി, നീ എനിക്ക് ക്ലാസ് എടുക്കുകയാണോ? നിന്നെയും നിന്റെ അമ്മയെയും ഇപ്പോൾ ഞാൻ അകത്തിടും. അപ്പോഴേ നിന്റെ ഈ തന്റേടം മാറൂ. അയാൾ അതിഥിയുടെ വണ്ടിയിൽ ഉണ്ടായിരുന്ന ഉരുളക്കിഴങ്ങ് ചാക്കുകൾ റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. തന്റെ അധ്വാനം റോഡിൽ വീണു കിടക്കുന്നത് കണ്ട് അമ്മ കരയാൻ തുടങ്ങി. അതായിരുന്നു ബൽറാം സിംഗ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ബൽറാം സിംഗിന്റെ ക്രൂരത അതിന്റെ പരിധി ലംഘിച്ചിരുന്നു. അതിഥിയുടെയും അമ്മയുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമായ ഉരുളക്കിഴങ്ങ് ചാക്കുകൾ റോഡിലെ മണ്ണിലേക്ക് അയാൾ വലിച്ചെറിഞ്ഞു. മണ്ണിൽ ഉരുളുന്ന ഓരോ ഉരുളക്കിഴങ്ങും ആ ഗ്രാമത്തിലെ ഓരോ കർഷകന്റെയും തകർക്കപ്പെട്ട ആത്മാഭിമാനത്തിന്റെ പ്രതീകമായിരുന്നു. അമ്മ വിറക്കുന്ന കൈകളോടെ നിലത്തിരുന്നു മണ്ണിൽ പുരണ്ട ഉരുളക്കിഴങ്ങുകൾ പെറുക്കാൻ ശ്രമിച്ചു. സർ, ഇത് പാവപ്പെട്ടവന്റെ അന്നമാണ്. ദയവ് ചെയ്ത് ഇങ്ങനെ ചെയ്യരുത്, അമ്മ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. എന്നാൽ ബൽറാം സിംഗ് അത് കണ്ട് പരിഹാസത്തോടെ ചിരിച്ചു. നിനക്ക് നിയമം പഠിക്കണോ? എങ്കിൽ വാ,
നമുക്ക് സ്റ്റേഷനിൽ പോയി നിയമം പഠിക്കാം, അയാൾ അലറി. അതിഥി ശാന്തമായി തന്റെ അമ്മയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവളുടെ കണ്ണുകളിൽ ദേഷ്യത്തെക്കാൾ ഉപരി ഒരു ഉദ്യോഗസ്ഥനോടുള്ള പുച്ഛമായിരുന്നു. ബൽറാം സിംഗ്, നിങ്ങളൊരു വലിയ തെറ്റാണ് ചെയ്തത്. ഒരു സ്ത്രീയുടെ കണ്ണുനീരിനും പാവപ്പെട്ടവന്റെ ശാപത്തിനും വലിയ വില നൽകേണ്ടി വരും. ഇനിയും സമയമുണ്ട്. ആ ഉരുളക്കിഴങ്ങുകൾ തിരികെ എടുത്തുവെച്ച് മാപ്പ് പറയൂ. നിങ്ങളുടെ ജോലിയെങ്കിലും രക്ഷപ്പെട്ടേക്കാം. അതിഥി അവസാനമായി ഒരു മുന്നറിയിപ്പ് നൽകി. ആ വാക്കുകൾ കേട്ടതും ബൽറാം സിംഗിന്റെ നിയന്ത്രണം വിട്ടു. എന്നെ ഭീഷണിപ്പെടുത്തുന്നോ? നിന്നെ ഇന്ന് ഞാൻ കാണിച്ചു തരാം. അയാൾ അതിഥിയുടെ കയ്യിൽ ബലമായി പിടിച്ചു. ഒരു വനിതാ പോലീസ് പോലും ഇല്ലാതെ അയാൾ അവളെ ജീപ്പിലേക്ക് തള്ളാൻ ശ്രമിച്ചു. ഒരു സാധാരണ സ്ത്രീയായിരുന്നുവെങ്കിൽ ആ നിമിഷം തകർന്നു പോയേനെ. എന്നാൽ അതിഥി ആ നിമിഷം തന്റെ മനസ്സിൽ ഒരു കാര്യം ഉറപ്പിച്ചു. ഇയാൾ ഇനി യൂണിഫോം ധരിക്കാൻ പാടില്ല. നിങ്ങൾ എന്നെ തൊടാൻ പാടില്ല. ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ നിങ്ങൾക്കറിയില്ലേ? അതിഥി ഉച്ചത്തിൽ ചോദിച്ചു. നിയമം എന്റെ പോക്കറ്റിലാണ്, ബൽറാം സിംഗ് ഒച്ചവെച്ചു. അയാൾ അതിഥിയെയും അമ്മയെയും ബലമായി പോലീസ് ജീപ്പിന്റെ പിന്നിലേക്ക് തള്ളി. അവരുടെ സ്വകാര്യ വാഹനം മറ്റൊരു കോൺസ്റ്റബിളിനെ കൊണ്ട് സ്റ്റേഷനിലേക്ക് ഓടിപ്പിച്ചു കൊണ്ടുപോകാൻ അയാൾ ഉത്തരവിട്ടു. യാത്രയിലുടനീളം ബൽറാം സിംഗ് അവരെ അധിക്ഷേപിച്ചുകൊണ്ടിരുന്നു. നിന്റെ ഈ അഹങ്കാരം ഇന്ന് രാത്രിയോടെ ഞാൻ തീർക്കും. സ്റ്റേഷനിലെത്തുമ്പോൾ കാണാം നിന്റെ ഈ തന്റേടം. അമ്മ കരയാൻ തുടങ്ങി. അതിഥി മോളെ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ആ വഴി പോകരുതെന്ന്. ഇപ്പോൾ നോക്ക്, നമ്മൾ ജയിലിലായി. അതിഥി അമ്മയുടെ കൈകൾ മുറുകെ പിടിച്ചു. അമ്മേ, പേടിക്കേണ്ട. ഇവരുടെ ഈ അധർമ്മത്തിന് അധികം ആയുസില്ല. ഇന്ന് രാത്രി ഈ ഗ്രാമത്തിലെ പേടി സ്വപ്നം അവസാനിക്കും. അതിഥിയുടെ വാക്കുകൾ അമ്മക്ക് മനസ്സിലായില്ലെങ്കിലും ആ ശബ്ദത്തിലെ ഉറപ്പ് അവർക്കല്പം ആശ്വാസം നൽകി. പോലീസ് സ്റ്റേഷനിലെത്തിയതും ബൽറാം സിംഗ് അവരെ ലോക്കപ്പിന് മുന്നിലേക്ക് കൊണ്ടുപോയി. സ്റ്റേഷനിലെ മറ്റു പോലീസുകാർ ഇതൊക്കെ കണ്ടു നിന്നെങ്കിലും ആരും ഒന്നും പറഞ്ഞില്ല. ബൽറാം സിംഗിന്റെ ക്രൂരത അവർക്കറിയാം. ഇവരെ രണ്ടിനെയും ലോക്കപ്പിലിട്. നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ സർക്കാർ ജോലി തടസ്സപ്പെടുത്തിയതിനും പോലീസിനെ ആക്രമിച്ചതിനും കേസെടുക്കണം, അയാൾ വിളിച്ചു പറഞ്ഞു. അതിഥി ലോക്കപ്പിനുള്ളിലേക്ക് നടക്കുമ്പോൾ ബൽറാം സിംഗിന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി അയാളെ വല്ലാതെ അസ്വസ്ഥനാക്കി. നീ എന്തിനാ ചിരിക്കുന്നത്? അയാൾ ചോദിച്ചു. നിങ്ങളുടെ പാപത്തിന്റെ പാത്രം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു ബൽറാം സിംഗ്. ശിക്ഷ ലഭിക്കാൻ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല, അവൾ പറഞ്ഞു. ഇരുമ്പഴികൾക്ക് പിന്നിൽ നിൽക്കുമ്പോഴും അതിഥിയുടെ മുഖത്ത് ഭയത്തിന്റെ നിഴൽ പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ അമ്മയുടെ അവസ്ഥ അതല്ലായിരുന്നു. വിറക്കുന്ന കൈകളോടെ അവർ ലോക്കപ്പിന്റെ തണുത്ത തറയിലിരുന്നു. എന്റെ മോളെ, നമുക്ക് ഇങ്ങനൊരു ഗതി വന്നല്ലോ. ആ പാവം രവിയെ പോലെ നമ്മുടെ പണവും പോയി. ഈ നാണക്കേടുമായല്ലോ, അമ്മ തേങ്ങിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴും ബൽറാം സിംഗ് ലോക്കപ്പിന് പുറത്തുനിന്ന് അവരെ നോക്കി പരിഹസിക്കുകയായിരുന്നു. നോക്ക് കിളവി, നിന്റെ മകൾക്ക് വലിയ നാവാണല്ലോ. ഇനിയുള്ള കാലം കോടതിയും കേസും ഒക്കെയായി നടക്കുമ്പോൾ ഈ നാവ് തനിയെ താഴും. ബൽറാം സിംഗ് തന്റെ കസേരയിൽ വന്നിരുന്ന് ലാത്തി മേശപ്പുറത്ത് വെച്ചു. അയാൾ തന്റെ വിജയത്തിൽ അഭിമാനിക്കുകയായിരുന്നു. ഒരു പണക്കാരിയെ കുടുക്കിയ സന്തോഷത്തിലായിരുന്നു അയാൾ. എന്നാൽ ആ സന്തോഷം അധിക നേരം നീണ്ടുനിന്നില്ല. സ്റ്റേഷനിലെ പഴയ ടെലിഫോൺ നിർത്താതെ ബെല്ലടിച്ചുകൊണ്ടിരുന്നു. ബൽറാം സിംഗ് അലസമായി ഫോൺ എടുത്തു. ഹലോ, ബൽറാം സിംഗ് സംസാരിക്കുന്നു. ആരാണ്? മറുഭാഗത്തുള്ള ശബ്ദം കേട്ടതും ബൽറാം സിംഗിന്റെ ഭാവം മാറി. അയാൾ പെട്ടെന്ന് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. ജയ് ഹിന്ദ് സർ. അതെ സർ, SP സാർ ആണോ? ബൽറാം സിംഗിന്റെ ശബ്ദത്തിൽ പെട്ടെന്ന് ബഹുമാനവും പേടിയും കലർന്നു. ഫോണിന്റെ മറുഭാഗത്ത് ജില്ലയിലെ പോലീസ് മേധാവിയായ SP ആയിരുന്നു. SPയുടെ ശബ്ദം ഗൗരവത്തിലാണ്. ബൽറാം സിംഗ്, നിന്റെ സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു സ്ത്രീയും വൃദ്ധയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ബൽറാം സിംഗ് ഒന്ന് പതറി. ഉണ്ട് സർ. സർക്കാർ ജോലി തടസ്സപ്പെടുത്തിയതിനും പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചതിനും 2 സ്ത്രീകളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവർക്ക് വലിയ സ്വാധീനമുണ്ടെന്ന് തോന്നുന്നു സർ. വലിയ വണ്ടിയിലൊക്കെയാണ് വന്നത്. SP അലറി. ബൽറാം, നീ ആരെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് നിനക്കറിയാമോ? നീ ഇപ്പോൾ ലോക്കപ്പിൽ ഇട്ടിരിക്കുന്നത് ഈ ജില്ലയുടെ മജിസ്ട്രേറ്റിനെയാണ്. DM അതിഥി മാഡത്തിനെയാണ് നീ തൊട്ടിരിക്കുന്നത്. ഫോൺ കയ്യിൽ നിന്ന് താഴെ വീഴാതിരിക്കാൻ ബൽറാം സിംഗ് പാടുപെട്ടു. അയാളുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. സർ, മാഡമോ? ഒരു സാധാരണ ഗ്രാമീണ വേഷത്തിലാണല്ലോ അവർ വന്നത്. ബൽറാം സിംഗിന്റെ നാവ് കുഴഞ്ഞു. നീ തീർന്നു ബൽറാം. 10 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും. മാഡത്തിന് എന്തെങ്കിലും പോറൽ ഏറ്റിട്ടുണ്ടെങ്കിൽ നിനക്ക് ഈ ജന്മം ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല. SP ഫോൺ കട്ട് ചെയ്തു. ബൽറാം സിംഗ് തകർന്നു പോയി. അയാൾ ഓടിച്ചെന്ന് ലോക്കപ്പിന് മുന്നിൽ നിന്നു. അതിഥി അപ്പോഴും ശാന്തമായി അയാളെ നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ പുച്ഛമല്ല, മറിച്ച് വരാനിരിക്കുന്ന നീതിയുടെ തിളക്കമായിരുന്നു. എന്തുപറ്റി സാറേ? ആകെ വിളറി വെളുത്തിട്ടുണ്ടല്ലോ. നിയമം നിങ്ങളുടെ പോക്കറ്റിലാണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതിഥി ചോദിച്ചു. ബൽറാം സിംഗ് വിറക്കുന്ന കൈകളോടെ
ലോക്കപ്പിന്റെ താക്കോലെടുത്തു. മാഡം, എന്നോട് ക്ഷമിക്കണം. എനിക്കറിയില്ലായിരുന്നു. ഞാൻ വെറും ഒരു സാധാരണ സ്ത്രീയാണെന്ന് കരുതി. അതാണ് നിങ്ങളുടെ തെറ്റ് ബൽറാം സിംഗ്, അതിഥി ലോക്കപ്പിനുള്ളിൽ നിന്ന് ഗർജിച്ചു. ഒരു സാധാരണ സ്ത്രീയെ നിങ്ങൾക്ക് ഇങ്ങനെ ഉപദ്രവിക്കാമെന്ന് ആര് പറഞ്ഞു തന്നു? ഞാൻ DM ആയതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പേടിക്കുന്നു. പക്ഷേ രവിയെ പോലെയുള്ള പാവപ്പെട്ടവരോട് നിങ്ങൾ കാണിച്ച ക്രൂരതയ്ക്ക് ആരാണ് മറുപടി നൽകുക? അപ്പോൾ ദൂരെ നിന്ന് പോലീസ് വാഹനങ്ങളുടെ സൈറൺ മുഴങ്ങുന്നുണ്ടായിരുന്നു. ജില്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം റാപ്പൂർ സ്റ്റേഷൻ ലക്ഷ്യമാക്കി വരികയാണ്. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റാണ് താൻ ചെയ്തതെന്ന് ബൽറാം സിംഗ് തിരിച്ചറിഞ്ഞു. റാപ്പൂർ പോലീസ് സ്റ്റേഷന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത ബഹളമാണ് അന്നുണ്ടായത്. ദൂരെ നിന്ന് കേട്ട സൈറൺ ശബ്ദങ്ങൾ സ്റ്റേഷൻ പരിസരത്തേക്ക് വന്നു. ഒന്നല്ല 5-6 പോലീസ് വാഹനങ്ങൾ സ്റ്റേഷൻ മുറ്റത്തേക്ക് ഇടിച്ചു കയറി. ചുവപ്പും നീലയും വെളിച്ചങ്ങൾ സ്റ്റേഷൻ കെട്ടിടത്തിൽ മാറി മാറി പതിച്ചുകൊണ്ടിരുന്നു. ജില്ലയിലെ പോലീസ് SP മുതൽ ഉന്നതരായ നിരവധി ഉദ്യോഗസ്ഥർ വാഹനങ്ങളിൽ നിന്ന് പുറത്തേക്കിറങ്ങി. സ്റ്റേഷനിനുള്ളിൽ ബൽറാം സിംഗ് ശരിക്കും ഒരു ജീവച്ഛവമായി മാറിയിരുന്നു. വിറക്കുന്ന കൈകളോടെ അയാൾ ലോക്കപ്പിന്റെ താക്കോൽ ഓരോന്നായി തിരിക്കാൻ ശ്രമിച്ചു. മാഡം പ്ലീസ്, എന്റെ ജോലി, എനിക്ക് തെറ്റു പറ്റിപ്പോയി. അയാളുടെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി. ലോക്കപ്പ് വാതിൽ തുറന്നതും അതിഥി ദൃഢതയോടെ പുറത്തേക്ക് വന്നു. മണ്ണിൽ പുരണ്ട വസ്ത്രങ്ങളാണെങ്കിലും അവളുടെ മുഖത്ത് ഒരു സിംഹത്തിന്റെ ഗാംഭീര്യം ഉണ്ടായിരുന്നു. SP സ്റ്റേഷനിലുള്ളിലേക്ക് ഓടിക്കയറി വന്നു. ലോക്കപ്പിന് പുറത്തു നിൽക്കുന്ന അതിഥിയെ കണ്ടതും അയാൾ ഞെട്ടിപ്പോയി. ജയ് ഹിന്ദ് മാഡം, SP ഉച്ചത്തിൽ സല്യൂട്ട് അടിച്ചു. പിന്നാലെ വന്ന മറ്റു ഉദ്യോഗസ്ഥരും തങ്ങളുടെ തൊപ്പി ഊരി ബഹുമാനപൂർവ്വം വണങ്ങി. അമ്മ ഇതൊക്കെ കണ്ട് സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു. തന്റെ മകളെ ഇത്രയധികം പോലീസുകാർ വണങ്ങുന്നത് അവർ ആദ്യമായാണ് കാണുന്നത്. അതിഥി, ഇവരൊക്കെ ആരാ മോളെ? എന്തിനാ നിന്നെ സല്യൂട്ട് ചെയ്യുന്നത്? അമ്മ സംശയത്തോടെ ചോദിച്ചു. അതിഥി അമ്മയുടെ തോളിൽ കൈവച്ചു. അമ്മേ, ഞാൻ പറഞ്ഞില്ലേ സത്യസന്ധത പുറത്തു വരുമെന്ന്. ഞാൻ വെറും ഒരു ഉദ്യോഗസ്ഥയല്ല. ഈ ജില്ലയിലെ ഓരോ പൗരന്റെയും സുരക്ഷ നോക്കേണ്ട ജില്ലാ മജിസ്ട്രേറ്റ് ആണ്. ബൽറാം സിംഗ് ആ വാക്കുകൾ കേട്ട് തറയിലേക്ക് ഇരുന്നു പോയി. അതിഥി SP-ക്ക് നേരെ തിരിഞ്ഞു. അവളുടെ ശബ്ദം മുറിയിലുടനീളം മുഴങ്ങി. SP സർ, നിങ്ങളുടെ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ ഇന്ന് ചെയ്തത് എന്താണെന്ന് അറിയാമോ? പരിശോധനയുടെ പേരിൽ ഒരു കർഷകന്റെ മരുന്നിനുള്ള പണം തട്ടിയെടുത്തു. എതിർത്തപ്പോൾ തന്റെ അമ്മയുടെ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചു. ഒരു സ്ത്രീയെ വനിതാ പോലീസ് ഇല്ലാതെ അറസ്റ്റ് ചെയ്തു. ഇതിനാണോ നമ്മൾ ഇവർക്ക് ശമ്പളം നൽകുന്നത്? SP-യുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അയാൾ ബൽറാം സിംഗിനെ നോക്കി. ബൽറാം, നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഒരു DM-നെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത നിനക്ക് എങ്ങനെയാ യൂണിഫോം കിട്ടിയത്? സർ, അവർ സാധാരണ വേഷത്തിലായിരുന്നു, ബൽറാം സിംഗ് വിറച്ചുകൊണ്ട് പറഞ്ഞു. അതാണോ നിന്റെ ന്യായം? അതിഥി ഇടക്ക് കയറി ചോദിച്ചു. സാധാരണ വേഷത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ആരെയും ഉപദ്രവിക്കാം എന്നാണോ? ഒരു സാധാരണ സ്ത്രീയെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായ നീ അവരെ വേട്ടയാടുകയാണ് ചെയ്തത്. നിങ്ങളെ യൂണിഫോമിന് അപമാനമാണ്. അപ്പോഴേക്കും സ്റ്റേഷന് പുറത്ത് നാട്ടുകാർ തടിച്ചു കൂടിയിരുന്നു. രവി അവിടെ ഉണ്ടായിരുന്നു. തന്റെ പണം തട്ടിയെടുത്ത അതേ പോലീസുകാരനിപ്പോൾ ഒരു സ്ത്രീയുടെ മുന്നിൽ വിറച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് അത്ഭുതമായി. അതിഥി സ്റ്റേഷന് പുറത്തേക്ക് നടന്നു. അവിടെയുള്ള ഓരോ മനുഷ്യന്റെയും കണ്ണുകളിൽ ഭയത്തിനു പകരം ഇപ്പോൾ പ്രതീക്ഷയായിരുന്നു. സ്റ്റേഷന് മുറ്റത്ത് തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിനു മുന്നിൽ അതിഥി ഒരു അഗ്നി പോലെ ജ്വലിച്ചു നിന്നു. ആ ഗ്രാമത്തിലെ ഓരോ സാധാരണക്കാരനും വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പേടിയും സങ്കടവും അതിഥിയുടെ വാക്കുകളിലൂടെ പുറത്തുവരാൻ പോവുകയായിരുന്നു. SP വിനയപൂർവ്വം അതിഥിയുടെ അടുത്തെത്തി ചോദിച്ചു. മാഡം, ഇവനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത്? നമുക്ക് ഉടൻ തന്നെ അന്വേഷണത്തിന് ഉത്തരവിടാം. എന്നാൽ അതിഥിക്ക് വേണ്ടത് വെറുമൊരു അന്വേഷണമല്ലായിരുന്നു. SP സർ, അന്വേഷണമല്ല ഇവിടെ വേണ്ടത്. ജനങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഇയാൾ ചെയ്ത പാപത്തിന് ശിക്ഷ നൽകണം. എങ്കിൽ മാത്രമേ ഭരണ സംവിധാനത്തിലുള്ള വിശ്വാസം ഇവർക്ക് തിരികെ ലഭിക്കൂ. അതിഥി ബൽറാം സിംഗിനെ അടുത്തേക്ക് വിളിച്ചു. മരണതുല്യമായ ഭയത്തോടെ അയാൾ അതിഥിയുടെ മുന്നിൽ വന്നു നിന്നു. ബൽറാം സിംഗ്, നീ ഇന്ന് രാവിലെ രവി എന്ന കർഷകനിൽ നിന്ന് 5000 രൂപ പിടിച്ചു വാങ്ങിയില്ലേ? അതെവിടെ? ബൽറാം സിംഗ് വിറക്കുന്ന കൈകളോടെ തന്റെ പോക്കറ്റിൽ നിന്ന് ആ പണം പുറത്തെടുത്തു. അതിഥി ആ പണം വാങ്ങി അവിടെ നിന്നിരുന്ന രവിയെ അരികിലേക്ക് വിളിച്ചു. ദാ നിങ്ങളുടെ പണം, നിങ്ങളുടെ ഭാര്യയുടെ മരുന്നിനായി കഷ്ടപ്പെട്ടത്. ഇത് മേടിച്ചോളൂ. ഇനി ഈ നാട്ടിൽ ആരും നിങ്ങളുടെ പണം തട്ടിയെടുക്കില്ല. രവി വിറക്കുന്ന കൈകളോടെ ആ പണം വാങ്ങുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതിഥി വീണ്ടും ബൽറാം സിംഗിന് നേരെ തിരിഞ്ഞു. നീ ചെയ്തത് വെറുമൊരു തെറ്റല്ല.
അതൊരു പാപമാണ്. ഒരു വൃദ്ധയായ സ്ത്രീയുടെ അധ്വാനം മണ്ണിലെറിഞ്ഞു കളഞ്ഞപ്പോൾ നിനക്ക് ചിരിക്കാൻ തോന്നിയില്ലേ? ഇപ്പോൾ എന്തേ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? അതിഥിയുടെ സ്വരം കൂടുതൽ കടുപ്പമായി. എസ് പി സർ, ഇയാൾ ഇനി ഈ യൂണിഫോം ധരിക്കാൻ യോഗ്യനല്ല. ഇയാളെ സർവീസിൽ നിന്ന് അടിയന്തരമായി സസ്പെൻഡ് ചെയ്യാൻ ഞാൻ ഉത്തരവിടുന്നു. കൂടാതെ ഒരു സ്ത്രീയെ അന്യായമായി തടഞ്ഞു വെച്ചതിനും മോശമായി പെരുമാറിയതിനും ഇയാൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണം. ഒരു സാധാരണ കുറ്റവാളിയെ പോലെ ഇയാൾ ജയിലിൽ കിടക്കട്ടെ. മാഡം പ്ലീസ്, എനിക്ക് കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്. ബൽറാം സിംഗ് അലറിക്കരഞ്ഞു. നിനക്ക് കുട്ടികളുണ്ടെന്ന് ഓർത്തപ്പോൾ രവിയുടെ ഭാര്യയെക്കുറിച്ച് നിനക്ക് ഓർമ്മ വന്നില്ലേ? അതിഥി പുച്ഛത്തോടെ ചോദിച്ചു. നീ ധരിച്ചിരിക്കുന്ന ഈ യൂണിഫോം നിനക്ക് കിട്ടിയത് ജനങ്ങളെ സേവിക്കാനാണ്, അവരെ കൊള്ളയടിക്കാനല്ല. ഈ യൂണിഫോമിന് നീ വരുത്തിവെച്ച കളങ്കം കഴുകിക്കളയാൻ നിന്റെ ഈ മാപ്പപേക്ഷ മതിയാകില്ല. SP-യുടെ നിർദ്ദേശപ്രകാരം മറ്റ് പോലീസുകാർ മുന്നോട്ട് വന്നു. ബൽറാം സിംഗിന്റെ യൂണിഫോമിലെ നക്ഷത്രങ്ങളും ബെൽറ്റും അവർ ഊരിയെടുത്തു. ആ സ്റ്റേഷന്റെ രാജാവായി നടന്നിരുന്നവൻ നിമിഷങ്ങൾക്കുള്ളിൽ ഒരു സാധാരണ കുറ്റവാളിയായി മാറി. ലോക്കപ്പിലേക്ക് ബൽറാം സിംഗിനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ ഗ്രാമവാസികൾ കൈയടിച്ചു. അത് നീതിയുടെ വിജയമായിരുന്നു. ബൽറാം സിംഗിനെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോയതോടെ ഗ്രാമവാസികളുടെ മുഖത്തെ ഭയം പ്രതീക്ഷയായി മാറി. എന്നാൽ അതിഥി അവിടെ നിർത്താൻ തയ്യാറായില്ല. ഒരു ഉദ്യോഗസ്ഥൻ മാറിയതുകൊണ്ട് മാത്രം സിസ്റ്റം നന്നാകില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അവൾ സ്റ്റേഷനിലെ മറ്റു പോലീസുകാരെയും ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾമാരെയും തന്റെ മുന്നിൽ അണിനിരത്തി. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞു? അതിഥിയുടെ ചോദ്യം കേട്ട് ഓരോരുത്തരും തല താഴ്ത്തി നിന്നു. നിങ്ങളുടെ കൺമുന്നിലാണ് ഒരു കർഷകൻ കൊള്ളയടിക്കപ്പെട്ടത്, ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടത്. നിശബ്ദനായി ഇരിക്കുന്നതും കുറ്റകൃത്യത്തിൽ പങ്കുചേരുന്നതും ഒന്നാണ്. ഇനി ഈ സ്റ്റേഷനിൽ ഇത്തരമൊരു സംഭവം ആവർത്തിച്ചാൽ നിങ്ങളെല്ലാവരും അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. അതിഥി SP-യോട് ചില നിർദ്ദേശങ്ങൾ നൽകി. സർ, ഈ ഗ്രാമത്തിലെ ഓരോ സ്ത്രീക്കും സുരക്ഷിതമായി പുറത്തിറങ്ങാൻ കഴിയണം. ഇവിടെ ഒരു വനിതാ ഹെൽപ്പ് ഡെസ്ക് ഉടൻ ആരംഭിക്കണം. കൂടാതെ ആ ചെക്ക് പോസ്റ്റിൽ ഇനി മുതൽ CCTV ക്യാമറകൾ സ്ഥാപിക്കണം. രാത്രികളിൽ വനിതാ പോലീസുകാരുടെ സാന്നിധ്യം ഉറപ്പാക്കണം. SP ഉടൻ തന്നെ ആ ഉത്തരവുകൾ നടപ്പിലാക്കാൻ തന്റെ കീഴുദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. അപ്പോഴേക്കും നഗരത്തിൽ നിന്ന് അതിഥിയുടെ ഔദ്യോഗിക വാഹനവും എസ്കോർട്ടും അവിടെ എത്തിച്ചേർന്നു. തന്റെ സ്വകാര്യ വാഹനത്തിന് പകരം സർക്കാർ വാഹനത്തിൽ കയറാൻ അവൾ തയ്യാറായി. പക്ഷേ അതിനു മുമ്പ് അവർ രവിയുടെ അരികിലേക്ക് ചെന്നു. നിങ്ങളുടെ ഭാര്യയുടെ ചികിത്സക്ക് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. കളക്ടറേറ്റിൽ വന്നാൽ മതി, അവിടെ ആരും നിങ്ങളെ തടയില്ല. അതിഥിയുടെ വാക്കുകൾ കേട്ട് രവി വിതുമ്പിപ്പോയി. മോളെ, നീ ഞങ്ങളുടെ ദൈവമാണ്. ഈ പണം ഇല്ലായിരുന്നുവെങ്കിൽ അവൾ മരിച്ചു പോയേനെ. നാട്ടുകാർ ഓരോരുത്തരായി അതിഥിക്ക് നന്ദി പറയാൻ എത്തി. ഗ്രാമത്തിലെ മുതിർന്നവർ അവളെ അനുഗ്രഹിച്ചു. തന്റെ ഗ്രാമത്തിലെ മകൾ ഇത്രയും വലിയ പദവിയിലെത്തിയിട്ടും തങ്ങളെ മറന്നില്ല എന്നത് അവർക്ക് വലിയൊരു സന്തോഷമായിരുന്നു. അതിഥി തന്റെ ഔദ്യോഗിക വാഹനത്തിൽ കയറി. എസ്കോർട്ട് വാഹനങ്ങളുടെ സൈറണുകൾ മുഴങ്ങി. എന്നാൽ ഇത്തവണ സൈറൺ കേട്ട് ആരും പേടിച്ചില്ല. അത് നീതിയുടെ വരവറിയിക്കുന്ന സംഗീതമായിരുന്നു. വണ്ടി നീങ്ങുമ്പോൾ അതിഥി ജനലിലൂടെ തന്റെ ഗ്രാമത്തെ നോക്കി. ഇരുട്ട് മാറുകയും ഗ്രാമം പുതിയൊരു പ്രഭാതത്തിലേക്ക് ഉണരുകയും ചെയ്യുകയായിരുന്നു.